വെൽക്കം ടു ഗ്രേഡിയൻറ്റ് RRB ജനറൽ സയൻസ് ബയോളജിയിൽ നമ്മളിന്നൊരു പുതിയ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ടോപ്പിക്കിൻ്റെ പേരാണ് ടിഷ്യൂസ്. അപ്പോൾ എന്താണ് സെല്ലിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എന്താണ്, സെല്ലുമായിട്ട് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ചോദ്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ആ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം ഈ ഒരു ക്ലാസ് കാണുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ക്ലാസ് കാണാനായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലേലിസ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഫുൾ ക്ലാസ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ്. അവിടെ നമ്മൾ ജനറൽ സയൻസിനകത്ത് വരുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതുപോലെ തന്നെ ജനറൽ അവയർനെസ്സിനകത്തുള്ള ടോപ്പിക്കുകളുടെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്ത് പോകുന്നുണ്ട്. ക്ലാസ്സുകളുടെ PDF നോട്ട് കിട്ടാനായിട്ട് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ടിഷ്യൂസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്താണ് ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സെല്ലുകൾ കൂടി ചേർന്നാണ് എന്തുണ്ടാകുന്നത്, ടിഷ്യൂസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരേ ഫങ്ഷൻസ് ചെയ്യുന്ന ഒരേപോലെയുള്ള സെല്ലുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടിഷ്യൂസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ടിഷ്യൂസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, അത് സെല്ലുകളുടെ ഒരു കൂട്ടമായിരിക്കും. സോ ടിഷ്യൂസ് ആർ എ ഗ്രൂപ്പ് ഓഫ് സെൽ. എന്തായാലും പ്രത്യേകത എന്ന് പറയുന്നത് ദേ ഹാവ് എ സിമിലർ ഷേപ്പ്, അല്ലെ ഒരേപോലത്തെ ഷേപ്പും ഒരേപോലെയുള്ള ഫങ്ഷൻസും. മാത്രമല്ല ഇവർ എന്ത് ചെയ്യുന്നു, ഒരുമിച്ച് ഒരു കാര്യം ഇതിന് വേണ്ടിയിട്ട് പെർഫോം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് ഓഫ് സെല്ലുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടിഷ്യൂസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, സെല്ലുകൾ ചേർന്നാണ് ടിഷ്യൂസ് ഉണ്ടാകുന്നത്. ടിഷ്യൂസ് ചേരുമ്പോഴാണ് അത് ഓർഗനായിട്ട് മാറുന്നത്. ഓർഗനുകൾ ചേരുമ്പോൾ അത് ഓർഗൻ സിസ്റ്റം എന്നും, ഓർഗൻ സിസ്റ്റംസ് കൂടി ചേരുമ്പോഴാണ് ഒരു ഓർഗാനിസമായിട്ട് മാറുകയും ചെയ്യുന്നത്. അപ്പോൾ പോയിന്റ് ഓർത്ത് വയ്ക്കുക, ഈ ലൈൻ അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ടിഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടിഷ്യൂസ് ആർ എ ഗ്രൂപ്പ് ഓഫ് സെൽ. ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെല്ലുകളുടെ ഒരു ഗ്രൂപ്പാണ്. സെല്ലുകളുടെ ഒരു ഗ്രൂപ്പാണ് എന്തെന്ന് പറയുന്നത്, ടിഷ്യൂസ് എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യും, ഒരേപോലത്തെ ഫങ്ഷൻസ് ചെയ്യുന്ന ഗ്രൂപ്പിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടിഷ്യൂസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ടിഷ്യൂസ് ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് ചോദിച്ചാൽ, നമുക്ക് പ്ലാന്റ്സിനും ടിഷ്യൂസ് ഉണ്ട്, ആനിമൽസിനും ടിഷ്യൂസ് ഉണ്ട്. നമുക്കതിൽ ആദ്യം പ്ലാന്റിലുള്ള ടിഷ്യൂസിനെ പറ്റിയിട്ട് പഠിക്കാം. പ്ലാന്റിൽ പൊതുവേ കാണപ്പെടുന്ന ടിഷ്യൂസിനെ നമുക്ക് രണ്ടായിട്ടാണ് തിരിക്കാൻ പറ്റുന്നത്. ഒന്ന് പെർമനൻറ്റ് ടിഷ്യൂ എന്നും മറ്റൊന്ന് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്നും. അപ്പോൾ പെർമനൻറ്റ് ടിഷ്യൂ എന്ന് പറയുന്ന പേരിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാക്കാൻ പറ്റും, അല്ലെ. പെർമനൻ്റ് എന്ന് വെച്ചാൽ മാറ്റമില്ലാത്തത്. അപ്പോൾ പെർമനൻ്റ് എന്ന് വെച്ചാൽ സ്ഥിരമായിട്ടൊരു ചെടി കാണുന്ന, അതായത് നമ്മളിവിടെ കറക്റ്റ് ഇവിടുത്തെ ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ, അത് സെൽ ഡിവിഷനെ അസോസിയേറ്റ് ചെയ്താണ് ഈ രണ്ട് ക്ലാസിഫിക്കേഷൻ ഉള്ളത്. സെൽ ഡിവിഷൻ കഴിഞ്ഞത് അല്ലെങ്കിൽ സെൽ ഡിവിഷൻ ചെയ്യാൻ ഇപ്പോൾ പറ്റാത്തതാണ് ആരെന്ന് പറയുന്നത്, പെർമനൻറ്റ് ടിഷ്യൂ എന്ന് പറയുന്നത്. അവരുടെ പ്രധാന വ്യത്യാസം അത് തന്നെയാണ്. പെർമനൻറ്റ് ടിഷ്യൂസിന് സെൽ ഡിവിഷൻ പോസിബിൾ അല്ല. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനാണെങ്കിൽ സെൽ ഡിവിഷൻ പോസിബിൾ ആണ്. അപ്പോൾ പെർമനൻറ്റ് ടിഷ്യൂസിന് നമുക്ക് വീണ്ടും രണ്ടായി തിരിക്കാം. സിമ്പിൾ പെർമനൻ്റ് എന്നും കോംപ്ലക്സ് പെർമനൻ്റ് എന്നും. പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്. സിമ്പിൾ എന്ന് പറയുമ്പോൾ അവരുടെ ഫങ്ഷനും സ്ട്രക്ചറും എന്തായിരിക്കും, സിമ്പിൾ ആയിരിക്കും. എന്നാൽ കൂടുതൽ ഫങ്ഷൻസും കൂടുതൽ സ്ട്രക്ചറൽ കോംപ്ലിക്കേഷൻ വരുന്നവരെ നമ്മൾ എന്ത് വിളിക്കും, കോംപ്ലക്സ് പെർമനൻ്റ് എന്ന് വിളിക്കും. ഓരോരുത്തരെ പറ്റിയും വിശദമായി തന്നെ ഇനി അങ്ങോട്ട് പഠിക്കാനായിട്ട് ഉണ്ട്. സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂസിൽ 3 എണ്ണമാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ. പണ്ട് പഠിച്ച ഓർമ്മ വന്നു കാണും, അല്ലേ. ഇതൊക്കെയാണ് പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമയാണ് സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂ. എന്നാൽ കോംപ്ലക്സ് പെർമനൻറ്റ് ടിഷ്യൂവിലാണ് എന്ത് വരുന്നത്, സൈലവും ഫ്ലോയവും വരുന്നത്. സൈലത്തിനകത്ത് ട്രക്കീഡ്സ് ഉണ്ട്, വെസൽസ് ഉണ്ട്, സൈലം പാരൻകൈമയുണ്ട്, സൈലം ഫൈബേഴ്സ് ഉണ്ട്. ഓരോരുത്തരുടെയും ഫംഗ്ഷൻ വഴിയെ നമുക്ക് പഠിക്കാം. ഫ്ലോയത്തിനകത്താണെങ്കിൽ സീവ് ട്യൂബ് ഉണ്ട്. ഈ സീവ് ട്യൂബിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ പ്രീവിയസ് ചോദ്യം ചെയ്തപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു, അല്ലേ. അതുപോലെ കമ്പാനിയൻ സെല്ലുണ്ട്, ഫ്ലോയം പാരൻകൈമയും ഫ്ലോയം ഫൈബേഴ്സും ഉണ്ട്. ഓരോരുത്തരുടെയും ഫംഗ്ഷൻസ് വിശദമായി തന്നെ പഠിക്കാം. മെരിസ്റ്റമാറ്റിക്കിലോട്ട് പോകുമ്പോൾ 3 എണ്ണമേ പഠിക്കാനുള്ളൂ. അപ്പിക്കൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം, അതുപോലെ ലാറ്ററൽ മെരിസ്റ്റം. ഇത് സിമ്പിളാണ്, ഒറ്റയടിക്ക് നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും. എപ്പിക്കൽ, അതുപോലെ ഇന്റർകാലറി, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ലാറ്ററൽ മെരിസ്റ്റം എന്നിങ്ങനെ 3 ടൈപ്പാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക, പ്ലാന്റ് ടിഷ്യൂസിന് എത്രയായിട്ട് തിരിക്കാൻ പറ്റും, 2 ആയിട്ട് തിരിക്കാൻ പറ്റും. ഏതൊക്കെയാണത്, പെർമനൻ്റ് എന്നും അതുപോലെ തന്നെ മെരിസ്റ്റമാറ്റിക് എന്നും. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, സെൽ ഡിവിഷൻ പോസിബിൾ ആയിട്ടുള്ളവരാണ് എന്തെന്ന് പറയുന്നത്, മെരിസ്റ്റമാറ്റിക് എന്ന് പറയുന്നത്. പക്ഷേ പെർമനൻറ്റിനകത്ത് എന്തില്ല, സെൽ ഡിവിഷൻ ഇല്ല. അതിനകത്ത് സിമ്പിൾ പെർമനൻറ്റും ഉണ്ട്, കോംപ്ലക്സ് പെർമനൻറ്റും ഉണ്ട്. സിമ്പിൾ പെർമനൻറ്റിനകത്ത് പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. കോംപ്ലക്സ് പെർമനൻറ്റിനകത്താണെങ്കിൽ സൈലവും ഫ്ലോയവും. മെരിസ്റ്റമാറ്റിക്കിൽ 3 എണ്ണം നമുക്ക് നോക്കാം. അപ്പോൾ പെർമനൻറ്റ് ടിഷ്യൂസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ അവരുടെ പ്രത്യേകത എന്തായിരിക്കും, ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ദേ ഡു നോട്ട് ഹാവ് ദ കപ്പാസിറ്റി ടു ഡിവൈഡ്. അവർക്ക് സെൽ ഡിവിഷൻ പോസിബിൾ അല്ല, അവർക്ക് ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല എന്നത് ആദ്യം തന്നെ മനസ്സിലാക്കുക. സെല്ലുകൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം എന്താണ്, ലാർജ് സെല്ലുകളാണ് പെർമനൻറ്റ് ടിഷ്യൂസിനകത്ത് കാണപ്പെടുന്നത്. ഷേപ്പ് എന്ന് പറയുന്നത് പല ഷേപ്പിൽ ആയിരിക്കും. വാക്യൂൾസ് എന്ന് പറയുന്നത് പ്രസൻ്റ് ആണ്, അത് ശ്രദ്ധിച്ചോളാം. ഇവിടെ വാക്യൂൾസ് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുമ്പ് ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ്. വാക്യൂൾസ് എവിടെയുണ്ട്, പെർമനൻറ്റ് ടിഷ്യൂസിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കുക. ഇനി
ഇൻ്റർ സെല്ലുലാർ സ്പേസ് എന്ന് പറയുന്നത് പ്രസൻ്റ് ആണ്, ചെറുതായിട്ട് അല്ലെ പ്രസൻ്റ് ആണ്, നമുക്കുണ്ട്. തിക്കും തിന്നുമായിട്ടുള്ള വാൾസ് വരാം ഏതിനകത്ത്, പെർമനൻറ്റിനകത്ത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. കൂടുതൽ സ്പെസിഫിക് ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് ആ പോയിന്റ് തലയിൽ കയറിക്കോളും സ്വന്തമായിട്ട് തന്നെ. അപ്പോൾ പെർമനൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റ് മറക്കാതെ പഠിക്കണം. സെൽ ഡിവിഷൻ ഉണ്ടാവത്തില്ല, ലാർജ് ആയിരിക്കും. വാക്യൂൾസ് ലിവിങ് പെർമനൻറ്റ് ടിഷ്യൂസിനകത്ത് വാക്യൂൾ ഉണ്ട്. മെരിസ്റ്റമാറ്റിക്കിനകത്തോട്ട് വരുമ്പോഴോ, മെരിസ്റ്റമാറ്റിക്കിനകത്ത് എന്തുണ്ട്? ദേ ഹാവ് ദ കപ്പാസിറ്റി ടു ഡിവൈഡ്. അവർക്ക് എന്താണ്? ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളവരാണ് എന്തെന്ന് പറയുന്നത്? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറയുന്നത്. ആ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി എന്തായിരിക്കും? അവർ സ്മോൾ സൈസ് ആയിരിക്കും. മാത്രമല്ല ഐസോ ഡയമട്രിക് ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരേ ഡയമീറ്റർ, അതായത് ഒരേപോലെ ഇങ്ങനെ ഒരേ ഡയമീറ്റർ വരുന്ന സെല്ലുകളാണ് ഇവിടെ കാണുന്നത്. മെരിസ്റ്റമാറ്റിക്കിനകത്ത് കാണുന്നത് എന്തില്ല? വാക്യൂള് ആബ്സെൻ്റ് ആണ്. അപ്പോൾ പെർമനൻറ്റിൽ വാക്യൂള് ഉണ്ട്, മെരിസ്റ്റമാറ്റിക്കിൽ വാക്യൂള് ഇല്ല. എന്താണ് വാക്യൂൾ എന്ന് അറിഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ മറന്നുപോയെങ്കിൽ മുമ്പത്തെ നമ്മുടെ സെല്ലിൻ്റെ ക്ലാസ്സിൽ പോയാൽ മതി. സെൽ ഓർഗനിൽ നമ്മൾ വാക്യൂളിനെ പറ്റിയിട്ടൊക്കെ വളരെ വിശദമായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. ഇനി ഇൻ്റർ സെല്ലുലാർ സ്പേസ് എന്ന് പറയുന്നത് ഏറെക്കുറെ ആബ്സെൻ്റ് ആണ് മെരിസ്റ്റമാറ്റിക്കിനകത്ത്. മറ്റതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സെൽ വാൾ എന്ന് പറയുന്നത് അവിടെ തിക്കും തിന്നും ആവാമെന്ന് പറഞ്ഞു, ഇവിടെ എന്താണ്? തിന്നാണ്. ഇനി വരുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ശ്രദ്ധിക്കുക. ഓക്കെ, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ പ്ലാന്റുകളെ എന്തിന് ഹെൽപ്പ് ചെയ്യും? ടു ഹീൽ വൂണ്ട്, അല്ലേ? നമ്മുടെ ഈ പറയുന്ന സെല്ലുകൾ, അതായത് നമ്മൾ ചെടിയുടെ ഏതെങ്കിലും ഭാഗത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചു, എന്തെങ്കിലും മുറിവുകൾ സംഭവിച്ചു, എന്തെങ്കിലും കാരണത്താൽ അതിൻ്റെ കുറച്ച് സെല്ലൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ അതിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്ന ആരാണ്? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആണെന്ന് മനസ്സിലാക്കുക. സോ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഹെൽപ്പ് ദ പ്ലാന്റ് ഇൻ ഹീലിംഗ് വൂണ്ട് ബൈ അപ്ലൈയിങ്, അല്ലെങ്കിൽ ബൈ റാപ്പിഡ്ലി ഡിവൈഡിങ്, അല്ലേ? ഡിവൈഡ് ചെയ്ത് എന്ത് ചെയ്യും? ആ വൂണ്ട് ഹീൽ ചെയ്യുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ആരാണ്? അത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണ്. പക്ഷേ ഈ ഓരോ പോയിന്റ് നിങ്ങൾ വ്യക്തമായി പഠിക്കണം. ഓരോ പോയിന്റിൽ നിന്നും ചോദ്യങ്ങൾ വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഓരോ ചോദ്യവും ഇത് ഓരോന്നും പ്രീവിയസ് ആണ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ അത് ബോറായിരിക്കും. അതുകൊണ്ടാണ് ഞാനത് എടുത്തെടുത്ത് വീണ്ടും പറയാതെ ഈ ഓരോ ലൈനുകളിൽ നിന്നും ചോദ്യങ്ങൾ പലതവണ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. നമുക്ക് ആ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. 3 എണ്ണം ഉണ്ടെന്നാണ് പറയുന്നത്. അല്ല, ഏതൊക്കെയാണ്? എപ്പിക്കൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം, അതുപോലെ ലാറ്ററൽ മെരിസ്റ്റം. പേരിൽ നിന്ന് തന്നെ നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും. എപ്പിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? തുമ്പ്, അല്ലെ? അപ്പെക്സ്, ടിപ്പിലിരിക്കുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന സ്റ്റെമ്മ്, അല്ലേ? നമ്മുടെ ഈ പറയുന്ന സ്റ്റെമ്മിൻ്റെ ടിപ്പിലും അതുപോലെ റൂട്ടിൻ്റെ ടിപ്പിലും കാണപ്പെടുന്ന മെരിസ്റ്റമാണെന്ത്? എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു ചെടിയുടെ ഈ തുമ്പിലെ ഭാഗം അപ്പോൾ എന്ത് പറ്റും? നീളം കൂടാൻ സഹായിക്കും. അതുപോലെ റൂട്ടിൻ്റെ തുമ്പിൽ താഴോട്ട് റൂട്ട് വളർന്നു പോകാനായിട്ട് സഹായിക്കുന്നതാണ് എന്ത്? എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ എവിടെ എപ്പിക്കൽ മെരിസ്റ്റം കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ എവിടെയാണ് കാണപ്പെടുന്നത്? ഫൗണ്ട് അറ്റ് ദ ടിപ്പ് ഓഫ് സ്റ്റെം ആൻഡ് റൂട്ട്, അല്ലേ? സ്റ്റെമ്മിൻ്റെ റൂട്ടിൻ്റെ ടിപ്പിൽ കാണപ്പെടുന്നു. എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ദേ ഹെൽപ്പ് ദ റൂട്ട് ആൻഡ് ഷൂട്ട് ഗ്രോ ലോങ്ങർ. ചെടിയുടെ നീളം കൂടാൻ സഹായിക്കുന്നതാണ് എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയുന്നത്. അത് നമ്മളെ സ്റ്റെമ്മിലുള്ളതിന് നമ്മൾ ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം എന്ന് വിളിക്കും. സ്റ്റെമ്മിലുള്ളതിന് ഷൂട്ട്, റൂട്ടിലുള്ളതിന് റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം എന്ന് വിളിക്കും. ഇവിടെ മനസ്സിലാക്കുക, ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം എന്ന് വെച്ചാൽ ലൈറ്റിൻ്റെ എലോങ് ആയിട്ട് വളർന്നു പോകും. ഈ പറയുന്ന റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം എന്തായിരിക്കും? അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഈ പറയുന്നത് വളർന്നു പോകുന്നത് നമ്മൾ പ്ലാന്റ് ഹോർമോണുകളെ പറ്റി പഠിക്കുമ്പോഴാണ് നമ്മളതിനെ പറ്റി കൂടുതലായിട്ട് പറയുന്നത്. ഇപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. ഇനി ലാറ്ററൽ മെരിസ്റ്റത്തിലോട്ട് വരുമ്പോൾ, ലാറ്ററൽ എന്ന് പറയുമ്പോൾ ഇതല്ലേ, ഈ കാണുന്നല്ലേ ലാറ്ററൽ, കണ്ടോ? അപ്പോൾ ചെടിയുടെ വീതി വിട്ട് കൂടാനായിട്ട് സഹായിക്കുന്നതാണ്, അല്ലെങ്കിൽ ചെടിയുടെ തിക്നെസ് കൂടാൻ സഹായിക്കുന്നതാണ് എന്ത്? ലാറ്ററൽ മെരിസ്റ്റം എന്ന് പറയുന്നത്, അല്ലേ? ഇറ്റ് ഹെൽപ്പ് ദ റൂട്ട് ആൻഡ് സ്റ്റെം ടു ബിക്കം തിക്കർ, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ എന്താണ് സെക്കൻഡറി ഗ്രോത്ത്, അതായത് പൊങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ചെടി വളർന്ന് പോകത്തില്ലേ? റിങ് വന്ന് പോകുന്ന നമ്മൾ പറയാറില്ലേ? അപ്പോൾ അതൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? ലാറ്ററൽ മെരിസ്റ്റമാണ്. പിന്നെ വരുന്നതാണ് എന്ത്? ഇന്റർ കാലറി മെരിസ്റ്റം. ഇന്റർ കാലറി മെരിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നോഡുകൾക്ക്, അല്ലേ? ഇപ്പോൾ ചെടിയുടെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിക്കും? നോഡെന്ന് വിളിക്കും, അല്ലേ? ഈ പറയുന്ന നോഡ്, മുട്ടെന്ന് പറയുന്ന ഇതാണെന്ന് തോന്നുന്നു മലയാളത്തിൽ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിലായിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ സ്റ്റെമ്മ് തുടങ്ങുന്നതിൻ്റെ അടുത്തായിട്ട്, ലീവ്സ് തുടങ്ങുന്നതിൻ്റെ അടുത്തായിട്ടൊക്കെ കാണുന്നതാണ് ഇന്റർ കാലറി മെരിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയായിരിക്കും? ഫൗണ്ട് അറ്റ് ദ ബേസ് ഓഫ് ദ ലീവ്സ്, ഇലകളുടെ താഴെയായിട്ട്. ഓർ ബിറ്റ്വീൻ ദ നോട്ട്സ് ഓൺ ബ്രാഞ്ചസ്, അല്ലെ? ബ്രാഞ്ചസിലെ നോട്ട്സിൻ്റെ ഇടയിലായിട്ടും അതുപോലെ സ്റ്റെമ്മിൽ ലീവ്സിൻ്റെ ബേസിൻ്റെ ഭാഗത്തുമൊക്കെയാണ് എന്ത് കാണുന്നത്? ഇന്റർ കാലറി മെരിസ്റ്റം കാണുന്നത്. എന്തിനായിരിക്കും? പിന്നെ നമുക്ക് എന്തിനായിരിക്കും പ്രധാന ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത്? ഹെൽപ്പ് ദ പാർട്ട് ലൈക്ക് ദ ഇന്റർ നോഡ് ഓർ ലീവ്സ് ടു ഗ്രോ ലോങ്ങർ, അല്ലെ? ലീവ്സ് വളരാനും അതുപോലെ തന്നെ എന്താണ്? നോഡുകൾ, ചില്ലകളുടെ നീളം കൂടാനും ഒക്കെ സഹായിക്കുന്നതാണ് ആരെന്ന് പറയുന്നത്? ഇന്റർ കാലറി മെരിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ മെരിസ്റ്റം മൊത്തത്തിൽ 3 എണ്ണം: എപ്പിക്കല്, ലാറ്ററൽ, ഇന്റർ കാലറി. എപ്പിക്കൽ നീളം കൂട്ടും, ലാറ്ററൽ വീതി കൂട്ടും, ഇന്റർ കാലറി എന്താണ്? നോഡിൻ്റെയും ലീവ്സിൻ്റെയും നീളം കൂട്ടാൻ സഹായിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് കഴിഞ്ഞു? മെരിസ്റ്റമാറ്റിക് കഴിഞ്ഞു, തീർന്നു. ഇത്രയേ ഉള്ളൂ മെരിസ്റ്റമാറ്റിക്. ഇവിടെ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ വരാവുള്ളൂ. ഇനി പെർമനൻ്റ് ആണ് വരുന്നത്. പെർമനൻറ്റിൽ ഒരുപാടുണ്ട്. ഓരോന്നിനെ പറ്റിയും ബേസിക് കുറച്ച് പോയിന്റുകൾ നമ്മൾ നോക്കി വെക്കണം. അപ്പോൾ പെർമനൻറ്റിനെ രണ്ടായിട്ട് തിരിക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിൾ പെർമനൻറ്റ്, കോംപ്ലക്സ് പെർമനൻറ്റ്.
നമുക്കതിൽ ആദ്യം ആരെ പറ്റി പഠിക്കാം? സിമ്പിൾ പെർമനൻറ്റിനെ പറ്റി പഠിക്കാം. സിമ്പിൾ പെർമനൻറ്റ് 3 എണ്ണം: പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യം ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ സിമ്പിൾ പെർമനൻറ്റ് എന്ന് വെച്ചാൽ മനസ്സിലായി കാണുമല്ലോ എന്താണെന്നുള്ളത്. അപ്പോൾ അതിനകത്ത് വരുന്നതാണ് ഇതൊക്കെ: പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. അതിലാദ്യം വരുന്നതാണ് പാരൻകൈമ സെൽ. എന്താണ് പാരൻകൈമ സെൽ? ഏറ്റവും ബേസിക് ആയിട്ടുള്ള സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂ ആണ് എന്താണെന്ന് പറയുന്നത് പാരൻകൈമ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിക് ഫംഗ്ഷൻ എന്താണ്? സപ്പോർട്ട് ദ പ്ലാന്റ്, പ്ലാന്റിനെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ സ്റ്റോർ ഫുഡ് ഇൻ റൂട്ട് ആൻഡ് സ്റ്റെം അല്ലേ. അപ്പോൾ പ്ലാന്റിനെ ബേസിക്കായിട്ട് സപ്പോർട്ട് കൊടുക്കുക, അതുപോലെ തന്നെ എന്താണ് ബേസിക്കായ പാക്കിംഗ് ടിഷ്യൂ ആയിട്ട് ആക്ട് ചെയ്യുക. ഇതൊരു പ്രീവിയസ് ചോദ്യമാണ്. ബേസിക്കായ ടിഷ്യൂ അല്ലെങ്കിൽ ബേസിക് പാക്കിംഗ് ടിഷ്യൂ ആയിട്ട് ആക്ട് ചെയ്യുന്ന ടിഷ്യൂ ഏതെന്ന് ചോദിച്ചാൽ അത് പാരൻകൈമയാണ്. അപ്പോൾ പാരൻകൈമ എന്താണ്? ബേസിക് ആണ്. ജസ്റ്റ് ഒരു കവറിങ് ആയിട്ട് ഒരു ടിഷ്യൂ ആയിട്ട് ഇങ്ങനെ ആക്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട ഫംഗ്ഷൻ പ്ലാന്റിനെ സപ്പോർട്ട് ചെയ്യലും ചെറുതായിട്ട് ഫുഡ് സ്റ്റോർ ചെയ്യലും അതുപോലെ എന്താണ് പാക്കിംഗ് ടിഷ്യൂ ആയിട്ട് ആക്ട് ചെയ്യലുമാണ്. നോക്കിയേ, ദ സെൽസ് ആർ സിമ്പിൾ ആൻഡ് നോട്ട് വെരി സ്പെഷ്യലൈസ്ഡ്. പ്രത്യേക ഒരു ഫംഗ്ഷനോ അതിനില്ല, ചെറിയൊരു ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. മാത്രമല്ല പാരൻകൈമ ലിവിങ് സെല്ല് ആണ്. അവർക്ക് തിക്ക് വോളാണ്, അവർ ലിവിങ് ആണ്. അപ്പോൾ ലിവിങ് എന്ന പോയിന്റ് ഓർത്ത് വെച്ചോ. കാരണം നമ്മൾ പഠിക്കുന്നതിന് അതിപ്പോൾ ലിവിങ് അല്ലാത്ത ഒരാളെ പറ്റി പഠിക്കും. അപ്പോൾ അവിടെ നിന്ന് ചോദ്യം വരും, അപ്പോൾ ലൈവാണ് ആര്? പാരൻകൈമ എന്ന് പറയുന്നത്. പാരൻകൈമ സെല്ലുകളുടെ ഇടയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒരുപാട് എന്ത് കാണാൻ പറ്റും? നമുക്ക് ഗ്യാപ്പുകൾ കാണാനായിട്ട് പറ്റും. ഈ പാരൻകൈമയെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ക്ലോറൻകൈമ. പേര് കേട്ട് പേടിക്കുകയൊന്നും വേണ്ട. ക്ലോറോഫിൽ ഉള്ളത് കൊണ്ട് ക്ലോറൻകൈമ എന്ന് വിളിച്ചു. ക്ലോറോഫിൽ ഉള്ളത് കൊണ്ട് തന്നെ അത് എന്ത് നടത്തും? ഫോട്ടോസിന്തസിസ് നടത്താൻ പറ്റുന്നതാണ്. ക്ലോറൻകൈമ, കോളൻകൈമയല്ല, ക്ലോറൻകൈമ. ക്ലോറൻകൈമയിൽ ക്ലോറോഫില്ലുണ്ട്. പിന്നെ വരുന്നതാണ് എയറൻകൈമ. എയറൻകൈമയ്ക്ക് അത് എന്തുണ്ട്? എയർ സ്പേസുകളുണ്ട്. അപ്പോൾ ചില ചെടികൾക്കൊക്കെ ഈ വെള്ളത്തിൽ പൊങ്ങി കിടക്കേണ്ട ആവശ്യമായിട്ടുണ്ട് അല്ലേ. കാരണം വെള്ളത്തിൽ പൊങ്ങിക്കിടന്നാൽ സൂര്യപ്രകാശം കിട്ടി ഫോട്ടോസിന്തസിസ് നടത്തുള്ളൂ. അപ്പോൾ വെള്ളത്തിലൊരു സാധനം പൊങ്ങിക്കിടക്കണമെങ്കിൽ എന്ത് വേണം? അവിടെ ബോയൻറ്റ് ഫോഴ്സ് വേണം അല്ലേ. അപ്പോൾ ഈ ബോയൻറ്റ് ഫോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് എയറൻകൈമയുടെ പ്രത്യേകത സെൽസിനിടയിൽ എന്താണ്? ഇതുപോലത്തെ എയർ പോക്കറ്റുകൾ അല്ലെങ്കിൽ എയർ ഗ്യാപ്പുകൾ കാണും. അതിനകത്ത് എയർ ട്രാപ്പായിട്ടിരിക്കും. അപ്പോൾ ചെടി എന്ത് ചെയ്യും? പൊങ്ങി കിടക്കും. അപ്പോൾ എയറൻകൈമയ്ക്കകത്ത് എന്തുണ്ട്? ദേ ഹാവ് ലാർജ് എയർ സ്പേസസ് ദാറ്റ് ഹെൽപ്പ് ദ പ്ലാന്റ് ടു ഫ്ലോട്ട് അല്ലെ. പ്ലാന്റിനെ ഫ്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന എയർ ഗ്യാപ്പുകൾ ആർക്കുണ്ട്? എയറൻകൈമ സെല്ലുകൾക്കുണ്ട്. അതും ഒരു പാരൻകൈമയ്ക്കകത്ത് വരുന്നതാണ്. അപ്പോൾ ഒന്നുകൂടെ, പാരൻകൈമ എന്ന് വെച്ചാൽ ഏറ്റവും ബേസിക്കായ സിമ്പിളായിട്ടുള്ള സെല്ലാണ് അല്ലെങ്കിൽ ടിഷ്യൂ ആണ് എന്തെന്ന് പറയുന്നത്? പാരൻകൈമ ടിഷ്യൂ എന്ന് പറയുന്നത്. അവരെന്താണ്? ചെടിക്ക് സപ്പോർട്ട് കൊടുക്കുകയും ഫുഡ് സ്റ്റോർ ചെയ്യുകയും പാക്കിംഗ് ടിഷ്യൂ ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത്ര സ്പെഷ്യലൈസേഷൻ ഒന്നും ഇല്ല, പാപമാണ്, സിമ്പിളാണ്. തിൻ വോളാണുള്ളത്, എലൈവാണ്, നിറച്ച് ഇൻ്റർ സ്പേസുകളൊക്കെ ഉണ്ട്. അത് നമുക്ക് എന്തായിട്ട് തിരിക്കാം? ക്ലോറോഫിൽ ഉണ്ടെങ്കിൽ ക്ലോറൻകൈമ, എയർ സ്പേസ് ഉണ്ടെങ്കിൽ എയറൻകൈമ. ക്ലോറോഫിലുള്ള പാരൻകൈമയുടെ പ്രത്യേകത ഫോട്ടോസിന്തസിസ് നടത്തും. എയറൻകൈമയ്ക്കത് എയർ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഫ്ലോട്ട് ചെയ്യാനായിട്ട് അത് സഹായിക്കും. ഇത്രയേ ഉള്ളൂ പാരൻകൈമ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ പറയുന്ന കോളൻകൈമ എന്ന് പറയുന്നത്? കോളൻകൈമ കാണുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചെടിക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി ഒക്കെ കിട്ടാറുണ്ട് അല്ലേ. ചില ചെടിക്ക് നമുക്കൊരു ഫ്ലെക്സിബിലിറ്റി, കുറച്ച് കട്ടിയൊക്കെ വേണം അല്ലെ, കുറച്ച് കട്ടിയും ഫ്ലെക്സിബിലിറ്റിയൊക്കെ വേണ്ട സ്ഥലങ്ങളിലാണ് കോളൻകൈമ കാണുന്നത്. ഓക്കെ, ഇൻ ലീഫ് സ്റ്റോക്ക് അല്ലെ, ലീഫിൻ്റെ സ്റ്റോക്കിൽ, അതുപോലെ എന്താണ് ജസ്റ്റ് ബിലോ ദ സർഫസ് അല്ലെ, സർഫസ് അതായത് ഈ പറയുന്നത് തൊട്ട് ഏറ്റവും മുകളിൽ എപ്പിഡെർമിസ് പോലെ പുറത്തുള്ള ഭാഗം കഴിഞ്ഞിട്ട് അകത്തായിട്ട് കുറച്ച് കട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ചെടിക്ക് എന്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്? ഫ്ലെക്സിബിലിറ്റി. അതാണ് ഇവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചെടിക്ക് ഒടിഞ്ഞു പോകാതെ അല്ലെ പൊട്ടിപ്പോകാതെ ബെൻഡ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ആ ഒരു ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്ന ആരാണ്? അത് കോളൻകൈമയാണ്. കോളൻകൈമയും ജീവനുള്ള സെല്ലാണ്. തിക്ക് കോർണേഴ്സ് ഉണ്ട്. കണ്ടോ ഇവിടെ തിക്കായിട്ടുള്ള എന്തുണ്ട്? ആ തിക്കായിട്ടുള്ള കോർണറുകളുണ്ട്. തിക്കായിട്ടുള്ള കോർണറുകൾ ഉള്ളത് കൊണ്ടാണ് അവർ കുറച്ചുകൂടി ശക്തിയുള്ളത്. സോ ദേ ആർ ഫ്ലെക്സിബിൾസ്. ഇടയ്ക്ക് സ്പേസ് ഒന്നും തന്നെ ഇല്ല ആർക്ക്? കോളൻകൈമയ്ക്ക്. അപ്പോൾ കോളൻകൈമ ചെടിക്ക് ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നു. പാരൻകൈമ ബേസിക് ആണ്, കോളൻകൈമ ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ് സ്ക്ലീറൻകൈമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ചോദ്യം, കോക്കനട്ടിൻ്റെ ഹസ്ക്, ചകിരി, ഈ ചകിരി ഉണ്ടാക്കിയിട്ടുള്ളത് ഏത് വെച്ചിട്ടാണ്? സ്ക്ലീറൻകൈമ വെച്ചിട്ടാണ്. അപ്പോൾ സ്ക്ലീറൻകൈമ എന്തായിരിക്കും? അതിന് ഹാർഡും സ്റ്റിഫ്നെസ്സും കൊടുക്കുന്നതാണ് ആരെന്ന് പറയുന്നത്? സ്ക്ലീറൻകൈമ എന്ന് പറയുന്നത്. അപ്പോൾ സ്ക്ലീറൻകൈമ എവിടെയൊക്കെ കാണുന്നു എന്ന് പഠിച്ചാൽ തന്നെ നമുക്ക് ഓർത്ത് വയ്ക്കാനായിട്ട് പറ്റും. എവിടെയൊക്കെ ആയിരിക്കും നമുക്ക് സ്ക്ലീറൻകൈമ കാണുന്നത്? നോക്കിക്കോ, സ്റ്റെമ്മിൽ കട്ടിയുള്ള തണ്ട്, സ്റ്റെമ്മ്, ഹാർഡ് കവറിങ് ഓഫ് ദ സീഡ്, നട്ട്, അതുപോലെ ലീഫിൻ്റെ വെയിൻസിൻ്റെ ഭാഗത്ത്, വാസ്കുലർ ബണ്ടിൽസിൻ്റെ ഭാഗത്തൊക്കെയാണ് എന്ത് കാണുന്നത്? സ്ക്ലീറൻകൈമ കാണുന്നത്. അപ്പോൾ ചെടിക്ക് നല്ല കട്ടി കൊടുക്കുന്ന പുറന്തോട്, ഈ പറയുന്ന നട്ട്സിൻ്റെ പുറന്തോട്, സീഡിൻ്റെ പുറന്തോട് പോലെ നമ്മളെ തേങ്ങയുടെ പുറത്തുള്ള ഹസ്ക്, ചകിരി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അതൊരു കട്ടിയുള്ള സാധനമാണ്. അത് കാണുമ്പോൾ തന്നെ അറിയാം, അതിനൊരു പച്ചപ്പൊന്നും ഉണ്ടാവത്തില്ല ആദ്യമൊക്കെ. അപ്പോൾ അതെന്താണ്? ദ സെൽസ് ആർ ഡെഡ്. അവരെന്താണ്? ഡെഡ് ആയ സെല്ലാണ്. അപ്പോൾ നമ്മൾ പഠിച്ച 3-ൽ പാരൻകൈമയും കോളൻകൈമയും ലൈവും സ്ക്ലീറൻകൈമ ഡെഡുമാണ്. ഇവിടുന്ന് ചോദ്യം വരാം.
ഇനി ഇവിടുന്ന് വരുന്ന മറ്റൊരു ചോദ്യമാണ്, ആരാണ് ഇവർക്ക് ഈ തിക്നെസ് കൊടുക്കുന്നത്? സോ സ്ക്ലിയർ എൻസൈമിക്ക് തിക്നെസ് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ഏജന്റിന്റെ പേരാണ് ലിഗ്നിൻ. ഇത് പലതവണ ചോദിച്ചൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ തിക്നിങ് കൊടുക്കുന്ന ആരാണ്? അത് ലിഗ്നിൻ ആണ്. അതാരാണ്? ലിഗ്നിൻ ആണ്. ഓക്കെ, അങ്ങനെയാണ് ഇവർ ഇത്രയും സ്ട്രോങ് ആയിട്ട് മാറുന്നത്. ഓക്കെ, നോ സ്പേസ് അല്ലെ, സ്പേസ് ഒന്നുമില്ല. പ്രൊട്ടക്ഷൻ ആണ് ആരുടെ ജോലി എന്ന് പറയുന്നത്? സ്ക്ലിയർ എൻസൈമിന്റെ ജോലി എന്ന് പറയുന്നത് അല്ലെ. ഹാർഡ് സ്റ്റിഫ് ആയിട്ടുള്ളൊരു ഭാഗം കൊടുക്കുക എന്നുള്ളതാണ് ആരുടെ ജോലി? സ്ക്ലിയർ എൻസൈമിന്റെ ജോലി. ഇപ്പോൾ തന്നെ നമ്മൾ കുറേ ആൾക്കാരെ പറ്റി പഠിച്ചു, കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും. സോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾ വീണ്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടി കണ്ടു നോക്കുക, അല്ലെങ്കിൽ നോട്ട് വായിച്ചു നോക്കിയാൽ തന്നെ കിട്ടും. പിന്നെ എല്ലാ പോയിന്റും കാണാതെ പഠിച്ചു വയ്ക്കണമെന്നല്ല, ഒന്ന് ഓർത്ത് വയ്ക്കുക. കാരണം പണ്ട് പഠിച്ച കാര്യമാണ്, നമ്മൾ പണ്ട് പഠിച്ചിട്ടുമുണ്ട് അല്ലേ, നമുക്ക് പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. അയ്യോ ഇപ്പോൾ ഓർമ്മ ഉണ്ടായിരുന്നു, ഒന്ന് മറിച്ച് നോക്കിയെങ്കിലും നഷ്ടപ്പെടില്ലായിരുന്നു എന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു കുറ്റബോധം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അതാണ് ഈ ഒരു ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് ഇതിനകത്ത് വരുന്നതൊക്കെ. അപ്പോൾ അതൊന്നുകൂടെ എന്ത് ചെയ്യാം, ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. ഞാൻ ഈ പറയുന്ന കേട്ടിട്ട് പോകുമ്പോൾ ഒരു പരിധി വരെയൊക്കെ മനസ്സിലുണ്ടാവും. ബാക്കി മാത്സും ഒക്കെ മെൻ്റൽ എബിലിറ്റിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്ന GSൻ്റെ ചോദ്യങ്ങൾ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കണം. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇപ്പോഴും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.